ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കട്ട്ലറ്റാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലറ്റാണ് കേട്ടോ. അതിന് ആദ്യം ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചെറുതായിട്ട് പൊടിച്ചതെടുക്കുക. അത് ഏകദേശം 1 കപ്പോളം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു ചെറിയ ബൗൾ, ബീൻസ് ഒരു 4-5 ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചീര കുറച്ച് ഒരു ചെറിയ ബൗളിൽ ഒരു അര ബൗളോളം ചീര അരിഞ്ഞത്, നമ്മുടെ ചുമന്ന ചീരയല്ല, നിങ്ങൾക്ക് പച്ചയാണെങ്കിൽ അതുണ്ടാക്കി അത് ഇടാം. പിന്നെ ഓട്സ് വറുത്ത് പൊടിച്ചത് 1/4 കപ്പ്, പിന്നെ സവാള ചെറുതായിട്ട് കണ്ടില്ല ഇതുപോലെ അരിഞ്ഞത്, ഒരു വലിയ സവാള ചെറുതാണെങ്കിൽ 2, പിന്നെ പച്ചമുളക് 1 ചെറുതായിട്ട് അരിയുക, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ചെറിയ 1/4 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ കാഷ്യൂ നട്ട് അത് കുറച്ച് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് എടുക്കുക. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാകാൻ വെക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആദ്യം കാഷ്യൂ നട്ട് ഇടാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് എണ്ണ മതി കേട്ടോ, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്കിടുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് സവാള ഇടുക. അത് നന്നായിട്ട് ഇളക്കുക. സവാള മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എനിക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. ഈ കട്ട്ലറ്റ് കുറച്ച് ഓയിലിയാണ്. ഓയിലി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. കുറച്ച് സ്പൈസിയാണ്, കുറച്ച് ഓയിലിയാണ്, പക്ഷേ ഹെൽത്തിയാണ്. എന്നുവെച്ചാൽ വെളിച്ചെണ്ണ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അതിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് മറ്റ് മസാല പൊടികളൊക്കെ ചേർക്കാം. ഗരം മസാല, മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നമുക്ക് ബീൻസ് ഇടാം. ബീൻസ് കണ്ടില്ല ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇടാൻ. വേവാനും എളുപ്പമാണ്, അറിയാമല്ലോ. ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വേവും. നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക്
ക്യാരറ്റ് ഇടുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഈ സമയത്ത് പാകമെല്ലാം തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും മസാല പറ്റണ പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ഒരുപാട് വെന്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ എണ്ണയിലിട്ട് ആണല്ലോ നമ്മൾ എടുക്കുന്നത്, കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് വെന്തോളും. ഹാഫ് കുക്കായാലും മതി, അതിൻ്റെ പച്ച ചുവ പോകണം. ഇതിലേക്ക് ചീര ഇടുക. ചീരയുടെ ആ ചെറിയ ഇലയുടെ തണ്ടും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഞാനിത് ചേർത്തുള്ളൂ. ഗ്രീൻ പീസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇതിലിടാം. ഇതിലേക്ക് നമുക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. കണ്ടത് നല്ല കളർഫുള്ളായിട്ടുണ്ട്. എല്ലാ കളറുണ്ട്, പച്ച, ചുവപ്പ്, ഓറഞ്ച്, വെള്ള, മഞ്ഞ, അങ്ങനെ ഭയങ്കര കളർഫുൾ ഇതാണിത് കാണാൻ. ഇത് നന്നായിട്ട് അതിൻ്റെ കൂടെ ഉടച്ച് ചേർത്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. നമ്മൾ അവസാനം ഇത് കൈ കൊണ്ട് കുഴയ്ക്കുന്നുണ്ട്, ആ സമയത്ത് ഉപ്പ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. എന്നാലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും മസാല പിടിക്കണമല്ലോ. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കണ്ടില്ലേ, എല്ലായിടത്തും മസാലയൊക്കെ പറ്റി കറക്റ്റ് ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പിന്നെ ഓൾറെഡി വെന്തതായതുകൊണ്ട് പിന്നെ അധികം സമയം അതിലിടേണ്ട ആവശ്യമില്ല, അവസാനം ചേർത്താൽ മതി. അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചൂടാറിക്കഴിഞ്ഞ ശേഷം ഓട്സ്, നമ്മുടെ സാധാരണ ഓട്സില്ലേ, ആ ഓട്സ് വറുത്ത് ജസ്റ്റ് വറുക്കുക വെച്ചാൽ എണ്ണയിലിട്ട് വറുക്കുക എന്നല്ല, അല്ലാണ്ട് പാനിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്തിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തതാണിത്. അത് ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഈ സമയത്ത് ആണ് ഞാൻ പറഞ്ഞ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർക്കാം. നന്നായിട്ട് കുഴയ്ക്കുക. ഇനി നമുക്കത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ
ഉണ്ടാക്കാം, മുറിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കി കട്ടർ വെച്ചിട്ടാണ് മുറിക്കുന്നത്, അതുകൊണ്ടല്ല ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താലും മതി. കുക്കി കട്ടർ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതുപോലെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഇത് നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അത് പാനിലേക്ക് ഇടാം. ഇതിപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ എല്ലാം വെന്തതാണ് അല്ലേ, അപ്പം ഒരുപാട് സമയം ഇതിനകത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് കിടക്കണമെന്നില്ല. അതിൻ്റെ ആ കളറ് ബ്രൗൺ നിറാകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് എടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചെടുക്കുക, പൊട്ടിപ്പോവാതെ തിരിച്ചിടുക. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, ഇത്രയും ഒരു പകുതിയോ ഓളം മുങ്ങിക്കിടക്കാൻ. കട്ട്ലറ്റിൻ്റെ പകുതിയാണ് കേട്ടോ, അല്ലാണ്ട് പാത്രത്തിൻ്റെ ഫുള്ളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് അതിനകത്ത് മുങ്ങിക്കിടക്കാൻ മാത്രം വെളിച്ചെണ്ണ മതി. ഇനി അത് തിരിച്ചിടാം ഓരോന്നും. കണ്ടില്ലേ, ഞാൻ വേറൊരു തവിയുടെയും കൂടെ ഇത് വെച്ചിട്ടാണ് തിരിച്ചിട്ടത്. അത് സൂക്ഷിച്ച് വേണം തിരിച്ചിടാൻ, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് മറിച്ചിട്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എടുത്തിട്ട് തിരിച്ചിടാം. കണ്ടോ, നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി. കുറച്ച് വ്യത്യസ്തമായ കട്ട്ലറ്റാണ് അല്ല, ചീരയൊക്കെ നമ്മൾ ഇട്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിയാണ്, അല്പം ഓയിലിയാണ്. ഓയിലി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം.